എനിക്ക് കാർത്തിയും എന്റെ കുഞ്ഞിനെയും പിരിഞ്ഞു പോവാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്റെ കുഞ്ഞും കാർത്തിയും ഇല്ലെങ്കിൽ സൂയിസൈഡ് അല്ലാതെ മറ്റൊരു മാർഗവും എനിക്കില്ല. സാറ് എങ്ങനെയെങ്കിലും കാർത്തിയെ കൺവിൻസ് ചെയ്യായിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെന്താ, കോടതി ആരെയും വേർപിരിക്കാനല്ല ശ്രമിക്കുന്നത്, പൊരുത്തപ്പെടുത്തി കൊണ്ടുപോവാന്. പ്രത്യേകിച്ച് കുട്ടി കൂടിയായ സ്ഥിതിക്ക് ഞാൻ അയാളോട് സംസാരിച്ച് ഒരു നല്ല ഡിസിഷനിലെത്താൻ ശ്രമിക്കാം. മൈഥിലി പുറത്തിരിക്കൂ. താങ്ക് യു സർ. സാർ, ആ കാർത്തികിനോട് വരാൻ പറയും. ശരി സാർ. ആ, ഇരിക്കൂ. താങ്ക് യു സർ. മിസ്റ്റർ കാർത്തിക്, തെറ്റുപറ്റുന്നത് ഒരു തെറ്റല്ല. തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്താത്തതാണ് തെറ്റ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളോടൊരു തെറ്റ് ചെയ്തു, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, സംഭവിച്ചുപോയി. അതിനവൾ നിങ്ങളോട് മാപ്പ് പറഞ്ഞു. നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ ആര് പറഞ്ഞു? ആര് പറയണം? എല്ലാം ഞങ്ങൾ അറിഞ്ഞെന്ന് കരുതിയാൽ മതി. വീട്ടുകാരാണ് നിങ്ങളുടെ പ്രശ്നം. ഡിവോഴ്സിന് നിങ്ങൾക്കോ മൈഥിലിക്കോ യാതൊരു താല്പര്യവും ഇല്ല. വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നശിപ്പിക്കുന്ന എന്തിന്? വളർന്നു വരുന്ന നിങ്ങളുടെ കുട്ടിയുടെ ഭാവി ജീവിതം തകർക്കുന്ന എന്തിന്? സർ, ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. കേൾക്കൂ മിസ്റ്റർ കാർത്തിക്, മൈഥിലിക്ക് നിങ്ങളുമായി പിരിയാൻ യാതൊരു താല്പര്യവുമില്ല. അവൾക്ക് നിങ്ങളോടും നിങ്ങളുടെ കുട്ടിയോടൊപ്പം ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹം. അതുകൊണ്ട് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് കോടതി അംഗീകരിക്കില്ല. വീട്ടുകാർ പറയുന്നത് കേട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതമാണ്. ഇതിലെ സുഖവും ദുഃഖവും എല്ലാം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നോക്കൂ മിസ്റ്റർ കാർത്തിക്, എല്ലാത്തിലുപരിയായി മുലയൂട്ടുന്ന ഒരു അമ്മയെ കുട്ടിയിൽ നിന്ന് പിരിക്കുന്നത് ശരിയാണ്? മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയല്ലേ അത്? നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? നിയമം നടപ്പാക്കേണ്ട നിങ്ങൾ നിയമവിരുദ്ധമായൊക്കെ പെരുമാറുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മൈഥിലിയോട് ക്ഷമിക്കണം. ആ കുട്ടിക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് നിങ്ങളെ. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തയ്യാറാകണം. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം സർ. ആ, ദാറ്റ്സ് ഫെയർ. നന്നായി ആലോചിച്ച് ഇരു കൂട്ടർക്കും സന്തോഷകരമായ ഒരു തീരുമാനം എടുക്കൂ. മറ്റൊരു ദിവസം നമുക്കിതിനായിരിക്കാം. ഷോ സർ, ഞാൻ വരാം. ആ, ഓക്കെ. കാർത്തിക്, കാർത്തിക്, കാർത്തിക് എന്താ ഇത്ര ദേഷ്യം? കാർത്തിക്, കാർത്തിക് എന്താ ഇങ്ങനെ? അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കാം. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആ കൗൺസിലറോട് പറഞ്ഞതൊക്കെ കാർത്തിക്, കാർത്തിക്, ഞാൻ പറയുന്നതൊന്ന് കേക്ക് കാർത്തിക്. ഇത്രയും വേഗത്തിൽ കാർ ഓടിക്കല്ലേ. അയ്യോ അയ്യോ, ഈ സ്പീഡിലൊന്നും വണ്ടി ഓടിക്കല്ലേ. വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കും. നമ്മൾ മരിച്ചു പോകും കാർത്തി. കാർത്തി, ഞാൻ അവിടെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാർത്തി എന്നോട് ക്ഷമിക്ക്. കാർത്തി, നമ്മുടെ കുട്ടി ഓർത്തെങ്കിലും ഒന്ന് സ്പീഡ് കുറയ്ക്ക് കാർത്തി. അയ്യോ എന്റെ ഭഗവാനെ,
ഇറങ്ങോ, ഇങ്ങോട്ട് ഓടി, ഓടി ഇങ്ങോട്ട്. നീ എന്നെ കുരങ്ങളിപ്പിക്കുന്നോടി. യു ചീറ്റ്. കാർത്തി, അരുത്, എന്നെ തല്ലരുത് കാർത്തി, പ്ലീസ് എന്നെ തല്ലരുത്. നീ എന്നെ ചതിക്കുന്നോടി. അല്ല കാർത്തി. മോനെ കാർത്തി, മോനെ കാർത്തി, എന്താ ഇത്? കാർത്തിയേട്ടാ, ആരും മിണ്ടരുത്. ഇനി ഞാൻ ഇവിടെ ജീവനോടെ വച്ചേക്കില്ല. പറയടി, നിനക്കിത് എങ്ങനെ എന്നോട് ചെയ്യാൻ മനസ്സ് വന്നു? എന്റെ വീട്ടുകാരും എന്റെ ഭാര്യ പോലും എതിർത്തിട്ടും നിന്റെ ദയനീയ അവസ്ഥ കണ്ട് നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നീ ഈ കുടുംബത്തിൽ കാട്ടിക്കൂട്ടിയ എല്ലാ ഉപദ്രവങ്ങളും സഹിച്ച് നിന്നെ ഇവിടെ നിർത്തി. നല്ല രീതിയിൽ ഒരു വിഷമവും കൂടാതെ നിന്നോട് പിരിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ പലതും ക്ഷമിച്ചു. എന്നിട്ട് നീ എന്താടി എനിക്ക് തിരിച്ചു തന്നത്? കാർത്തി, മോനെ എന്താ ഉണ്ടായത്? എന്താ സംഭവിച്ചെന്ന് നീയൊന്ന് തുറന്നു പറയേ. ഇന്ന് നിന്റെ അവസാനമാ. ഇപ്പൊ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നോളയും. മോനെ കാർത്തി, എന്താണ് കാര്യമെന്ന് നീ തെളിച്ചു പറയും. ഇവൾക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം സഹിച്ചു. ഭാര്യയെ നിലയ്ക്ക് നിർത്താനോ അവളെ സ്നേഹിക്കാനോ പറ്റാത്തൊരു ഭർത്താവാക്കി ഇവളെന്നെ മാറ്റി. പബ്ലിക്കിന് മുന്നിൽ ഇവളെന്നെ നാണം കെടുത്തി, എന്നെ ഒരു പിടിപ്പ് കിട്ടവനാക്കി മാറ്റി. ഇത്രയൊക്കെ ദ്രോഹം എന്നോട് കാണിച്ചിട്ടും ഒരു പെണ്ണല്ലേ, എന്നോടൊപ്പം കഴിഞ്ഞവളല്ലേ എന്ന് കരുതി ഞാൻ ഇവളോട് ക്ഷമിച്ചു. കാർത്തിയേട്ടാ, നിങ്ങൾ കൗൺസിലിങ്ങിന് പോയിട്ട് എന്തായി? ഞങ്ങൾക്ക് എല്ലാവർക്കും അതാ അറിയേണ്ടത്. ഡിവോഴ്സിന് സമ്മതിച്ച് കൗൺസിലിങ്ങിന് പോയ ഇവൾ കൗൺസിലറുടെ മുന്നിലെത്തിയപ്പോ കാല് മാറി. ഇവൾ നേരം നിറയില്ലാത്ത ഇവൾ തീരുമാനം മാറ്റി. എന്താ ഇവൾ കൗൺസിലറുടെ മുന്നിൽ പറഞ്ഞെന്നറിയോ? എനിക്ക് ഇവളുമായിട്ട് പിരിയാൻ യാതൊരു താല്പര്യമില്ലെന്നും എന്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഡിവോഴ്സിന് നിർബന്ധിക്കുന്നതെന്ന്. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ചാർട്ട് ചെയ്ത് വെച്ച പ്ലാനിംഗ് ഓടെയാ ഇവളിവിടെ നിൽക്കുന്നതെന്ന്. ഇവള് ഓന്തിനെ പോലെ നിറം മാറുമെന്ന്, ഇവള് വിഷം ചീറ്റുന്ന ജന്തുവാണെന്ന്. അങ്ങനെ ഞാൻ ഇവളെ വെറുതെ വിടില്ല. ഇവളുടെ ഉദ്ദേശമൊന്നും ഇനി ഈ വീട്ടിൽ വില പോവില്ല. ഞാൻ മീനാക്ഷിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയാണെന്ന് ഇവൾക്കറിയാം. പിന്നെന്തിനാ ഇവള് കൗൺസിലറുടെ മുന്നിൽ തകിടം പറഞ്ഞത്? ഇവളുടുമ്പ പൊന്നുടുമ്പല്ല, കാട്ടുടുമ്പ്. പേടി വീണാ പിന്നെ വിടത്തില്ല. ഇവള് മീനാക്ഷിയുടെ ചോര കുടിക്കും, കാർത്തിയേയും കൊണ്ടുപോകും. ഡേ, നീ ഞങ്ങളെല്ലാം ഒരുമിച്ച് ചതിക്കുമായിരുന്നു അല്ലേടി?
ഡിവോഴ്സിന് സമ്മതിച്ചാ നീ ഇത്രയും കാലം ഇവിടെ നിന്നത്. എന്നിട്ട് ഒടുവിൽ എല്ലാവരെയും കൂടി ഒരുമിച്ചങ്ങ് വിഡ്ഢികളാക്കി മാറ്റാമെന്ന് നീ കരുതിയല്ലേ? എനിക്ക് സംസാരിക്കാനുള്ളത് കാർത്തിയോടാ. നിനക്ക് അങ്ങനെ സംസാരിക്കാൻ കാർത്തി നിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല. കാർത്തി ഞങ്ങളുടെ മകനാ. അതിനേക്കാൾ ഉപരി മീനാക്ഷിയുടെ ഭർത്താവാ. അവക്ക് സംസാരിക്കാനുള്ള എന്താ വെച്ചാ കേക്കട്ടെ. നിനക്കെന്താണ് പുതുതായിട്ട് പറയാനുള്ളത്? എന്റെ കുഞ്ഞ എനിക്ക് എല്ലാത്തിലും വലുത്. കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഈ വീട്ടില് എന്നെ കൂടി ജീവിക്കാൻ അനുവദിക്കണം. അതൊന്നും സാധ്യമല്ല. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ പ്ലീസ്. അവള് പുതിയ ഡിമാൻഡായിട്ട് വന്നിരിക്കേപ്പാ. അല്ല, ഓ, പല തരികിടകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവളെ പോലുള്ള കാഞ്ഞിര വിത്ത്. ഇവൾ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചു ഇത്തരം വേലകളൊക്കെ? ഇനി നിന്റെ ഒരാവശ്യം അംഗീകരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറല്ല. ഞാനിവിടെ നിൽക്കുന്നത് കാർത്തിയുടെ ഭാര്യ ആവാനുള്ള മോഹമായിട്ടൊന്നും അല്ല. നീ മോഹിച്ചാലും ഞാനത് അംഗീകരിച്ചിട്ട് വേണ്ടേ? എന്നെ നിങ്ങൾ എല്ലാവരും ഈ കുഞ്ഞിന്റെ അമ്മയായിട്ടൊന്ന് കണ്ടാ മതി. കുഞ്ഞിന്റെ അമ്മയുടെ അവകാശം ഒന്നും നീ ഏറ്റെടുക്കണ്ട. കുഞ്ഞിന്റെ അമ്മ ഞങ്ങളുടെ മകൾ മീനാക്ഷിയാ. കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങിയതോടെ കുഞ്ഞിനോട് എനിക്ക് എന്തെന്നില്ലാത്തൊരു വാത്സല്യ. എനിക്ക് വൈക മോളെ വിട്ടുപിരിയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചിട്ട് നീ എന്റെ ആങ്ങളുടെ കൂടെ ഒളിച്ചോട് പോയി എന്തിനാ? അവന്റെ ജീവിതം കുളം തോണ്ടാനോ? ആ കഥ വേറെ. കഥയെല്ലാം ഒന്ന് തന്നെ. ആരും എന്നെ അടിച്ചമർത്താനോ ഭീഷണിപ്പെടുത്താനോ വരണ്ട. വൈകമോളെ എനിക്ക് എന്റെ സ്നേഹ ദൗർബല്യമാ. കുട്ടിയെ വിട്ടു പിരിഞ്ഞ് ഇനി ഞാൻ ഒരു നിമിഷം പോലും ജീവിക്കില്ല. നീ ഒരു കാര്യം ചെയ്, നീ പോയി തൂങ്ങിച്ചാവ്. കുഞ്ഞിനെ ഇങ്ങ് തന്നേക്ക്. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നീ എന്ത് ധിക്കാരമാ ഞങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ നിനക്കറിയാമോ? ഞാൻ ചോദിച്ചത് എങ്ങനെ തെറ്റാവും? ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെയല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കാർത്തി മീനാക്ഷിയും ഭാര്യ ഭർത്താക്കന്മാരാ. അവർക്ക് ഇനിയും കുട്ടികളുണ്ടാവും. പിന്നെ എന്തിനാ എന്റെ കുഞ്ഞിനെ വേണോന്ന് ഇത്രയ്ക്ക് നിർബന്ധം പിടിക്കുന്നത്? ഡി, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. നിന്റെ ഒരാവശ്യം ഇനി ഞങ്ങൾ അംഗീകരിക്കില്ല. ഒരു പരിഗണനയും നിനക്കെന്നെ കിട്ടാനും പോകുന്നില്ല. എങ്കി ഈ മൈഥിലിയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണാൻ പോവാ. എന്നെ തോൽപ്പിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാൻ പേടിച്ച് വിറച്ചൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. അതൊക്കെ എന്റെ ഡ്രാമയാ. എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്കേ അറിയൂ. ഞാൻ പറഞ്ഞത് വളരെ ജനുവിനായ കാര്യമാണെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് നീതി എന്റെ ഭാഗത്താണെന്നും വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. കുട്ടിയെ എനിക്ക് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ പ്രസവിച്ച എന്റെ പാല് കുടിക്കുന്ന എന്റെ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്താലേ നിങ്ങൾ തുള്ളിക്കൊണ്ട് കുട്ടിയെ എന്റെ കൈ കൊണ്ടു തരും.
നിങ്ങൾ എന്നെ എത്ര തല്ലിയാലും എന്നെ കൊന്നാലും എനിക്കൊന്നുമില്ല. എന്റെ വൈകമോളെ തരാതെ ഞാൻ ഈ ചെമ്പകമംഗലത്തിന്റെ പടി ഇറങ്ങില്ല. കാർത്തി വിട്. മോനെ കാർത്തി, വീട് കാർത്തിയേട്ടാ. മോനെ കാർത്തി വിട്. മോനെ കാർത്തി വിട്. കാർത്തി നിന്നെ ഞാൻ കൊല്ലും. നീ ജീവിച്ചിരിക്കാൻ പാടില്ല. വിടടാ. വിട് കാർത്തി. എടാ മോനെ വിടാൻ. വിടടാ. അയ്യോ. എടാ, അവനെ വിട്. ഇത് ഞാൻ തന്നെ എടുത്തു വെച്ച മാറണോ? അത് ഞാൻ തന്നെ അങ്ങ് തീർത്തേക്കാം. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആരാണെന്ന് നിങ്ങളൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങള് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. എന്നെ ഇവിടെ നിർത്തിയ കുഞ്ഞിനെ നിങ്ങൾക്കും കാണാം. ഇല്ലെങ്കിൽ കുഞ്ഞുമായിട്ട് ഞാനങ്ങ് പോവും. ആകാശം ഇടിഞ്ഞു വീണാലും ഈ മൈഥിലിയുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഛീ! നിങ്ങൾ എന്നെ എത്ര തല്ലിയാലും എന്നെ കൊന്നാലും എനിക്കൊന്നുമില്ല. എന്റെ വൈകമോളെ തരാതെ ഞാൻ ഈ ചെമ്പകമംഗലത്തിന്റെ പടി ഇറങ്ങില്ല. എന്നെ ഇവിടെ നിർത്തിയ കുഞ്ഞിനെ നിങ്ങൾക്കും കാണാം. ഇല്ലെങ്കിൽ കുഞ്ഞുമായിട്ട് ഞാനങ്ങ് പോവും. അവള് വീണ്ടും എന്നെ ചതിക്കാനാണല്ലേ ഇതിനകത്ത് കടന്നു കൂടിയത്. ഈ പാല് കുടിക്കേ. എനിക്ക് വേണ്ട മീനാക്ഷി, ഇറങ്ങില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. ദാ ഇത് കുടിക്കേ. പിടിക്കുക കാർത്തിയേട്ടാ. അവള് കരുതി കൂട്ടി ഇതിനകത്തേക്ക് വന്നു കയറിയെന്ന് ഞാൻ അറിഞ്ഞില്ല മീനാക്ഷി. അവളോട് സഹതാപം തോന്നി. അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് വലിയൊരു തെറ്റായിപ്പോയി. അത് ഞാൻ എൻ്റെ മീനാക്ഷിയോട് ചെയ്തൊരു ദ്രോഹമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. വിഷമിക്കാതെ കാർത്തിയേട്ടാ. എല്ലാ കാര്യത്തിനും എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടാവും. അവൾ ഇതിനകത്ത് വീണ്ടും കയറി പറ്റാൻ എന്തെല്ലാം ഡ്രാമകളാ കളിച്ചത്. അവളൊരു വിഷം ചീറ്റുന്ന പാമ്പാണെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. കാർത്തിയേട്ടനിപ്പോ അതൊന്നും ഓർക്കണ്ട. വെറുതെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഒന്നും ആലോചിക്കാതെ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ഞാൻ എങ്ങനെയാ കുഞ്ഞിനെ സ്നേഹിച്ചതെന്നും അതിന് വാത്സല്യം കൊടുത്തതെന്നും എന്റെ ദൈവത്തിനറിയാം. ദൈവം അതിനൊരു പരിഹാരം കാണും. ആ പരിഹാരം നമുക്ക് അനുകൂലമായിരിക്കും, ഉറപ്പാ.
മീനാക്ഷി, വല്ലാത്ത തലവേദനയായല്ലോ എന്റെ ദൈവമേ. ഇതെങ്ങനെ പരിഹരിക്കും? ഞാൻ എന്തു പറഞ്ഞാലും ഇവരെന്നെ ശത്രുവിനെ പോലെ കാണുള്ളൂ. ആ അല്ല, സത്യത്തിൽ ഞാൻ ഇവരുടെ ശത്രു തന്നെയാ. എങ്കിലും ഞാൻ ഇവരുടെ മിത്ര എന്നുള്ള രീതിയിൽ നിൽക്കണം. അല്ലെങ്കിൽ ജഗദീശേട്ടൻ ഇടിച്ചെൻ്റെ എല്ലാം ഒടിക്കും. ഈശ്വര, എന്ത് ചെയ്യും കൈമളേട്ടാ? നമുക്കത് പരിഹരിച്ചല്ലേ പറ്റൂ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്നോടൊരു പിണക്കവും തോന്നരുത്. നിന്നോട് എന്ത് പിണക്കം തോന്നാനാ? നീയോ ഈ കുടുംബത്തിലെ അംഗമല്ലേ? ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിന്റെയും കൂടി പ്രശ്നോ? അതായത് അവളൊരു രാജവെമ്പാലയാ. സൂക്ഷ്യം കണ്ടു നേരിടണം.